ഹായ്, ഇന്ന് നമുക്ക് ബട്ടർ ഗാർലിക് ചിക്കൻ നോക്കിയാലോ. പേര് കേട്ട് പേടിക്കേണ്ട, ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടണം. ബട്ടർ ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ ചിക്കൻ എല്ലാം പെറുക്കി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ വേണ്ട, കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി. ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് ചിക്കനാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇവിടെ എല്ലാവർക്കും കുറച്ച് എരിവാണ് പ്രിയം, അതുകൊണ്ട് കുറച്ച് എരിവ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കോരി മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇടാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് അധികം വേണം. ഞാനിവിടെ 2 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം വെളുത്തുള്ളി. അതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 1-2 സെക്കൻഡ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എന്നൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി തിളച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകുന്ന നേരേ ഉള്ളൂ. നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡിയായി. നന്നായിട്ട് കുറുകി ഒരു പെരളം പരുവത്തിലാവുമ്പോൾ നമുക്കിത് ഇറക്കാം. ഞാൻ അലങ്കാരത്തിന് കുറച്ച് മല്ലിയില കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.